UDFിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു KSRTC പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി. കുറേ ആക്ഷേപങ്ങളൊക്കെ കേട്ടൊരു കാര്യമാണ്. അത് നടപ്പിലാകുന്നൊരു ബ്ലണ്ടറാണ്, അതൊരു മണ്ടൻ തീരുമാനമാണ്, അങ്ങനെ ഒരുപാട് ആക്ഷേപങ്ങൾ അതിനെക്കുറിച്ച് കേട്ടിരുന്നു. എന്തായാലും ജൂൺ 15 കൂടി ഈ പദ്ധതി നടപ്പിലാവാൻ പോവുകയാണ്. സർക്കാർ ഏകദേശം 800 കോടി രൂപയാണ് വാർഷികമായി ഇതിൽ ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ KSRTC ഇപ്പോഴേ നഷ്ടത്തിലാണ്. അപ്പോൾ ഇത്തരം ഈ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നതിലൂടെ, സ്ത്രീകൾക്ക് സൗജന്യ പദ്ധതി പ്രഖ്യാപിക്കുന്നതിലൂടെ കൂടുതൽ നഷ്ടത്തിലേക്ക് KSRTC കൊത്തുമെന്നാണ് ഇടതുപക്ഷത്തിലുള്ള ആളുകളൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ ഇതൊരു മണ്ടൻ പദ്ധതിയാണ് ആളുകളൊക്കെ പറയുന്നത്. അതേസമയം തന്നെ ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായിട്ടാണെങ്കിലും അഖിലേന്ത്യാ തലത്തിൽ ഇത് ആദ്യമായി നടപ്പിലാക്കുന്ന സംസ്ഥാനമല്ല കേരളം. ഇതുവരെ ഡൽഹി, തമിഴ്നാട്, കർണാടക, തെലങ്കാന, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ, കശ്മീർ ഇത്രയും സംസ്ഥാനങ്ങളിൽ നിലവിൽ ഈ പദ്ധതി നിലവിലുണ്ട്. ഡൽഹിയിൽ പിങ്ക് ടിക്കറ്റ് പദ്ധതി അവരാണ് തോന്നുന്നത് ആദ്യമായിട്ട് ഈ പദ്ധതി കൊണ്ടുവരുന്നത്. തമിഴ്നാട് കുറേയും കൂടിയും വിപുലമായ ഒരു രീതിയിൽ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓൾറെഡി സർക്കാർ ബസ്സുകളിൽ സൗജന്യം അനുവദിച്ചിട്ടുണ്ട്. കർണാടകയിൽ ശക്തി പദ്ധതി എന്നുള്ള പേരിലാണ് നടപ്പിലാക്കുന്നത്. അവിടെ ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്നുണ്ട്. തെലങ്കാനയിൽ മഹാലക്ഷ്മി പദ്ധതി, പലർക്കും പല പേരുകളാണ്. മഹാലക്ഷ്മി പദ്ധതിയാണ് തെലങ്കാനയിൽ. അവിടെ ഓർഡിനറി എക്സ്പ്രസ് ബസ്സുകളിലൊക്കെ വനിതകൾ സൗജന്യ യാത്ര അനുവദിച്ചിട്ടുണ്ട്. പഞ്ചാബിൽ ഇതുപോലെ തന്നെ സൗജന്യ യാത്രയുണ്ട്. പശ്ചിമ ബംഗാളിലും സൗജന്യ യാത്രയുണ്ട്. ഇങ്ങനെ പല സംസ്ഥാനങ്ങളിലും സൗജന്യ യാത്ര നൽകുന്നുണ്ട്. എല്ലായിടത്തും ഒരേ മാനദണ്ഡമല്ല ഇതിൽ കൊടുത്തിട്ടുള്ളത്, പല മാനദണ്ഡങ്ങളാണ്. ഈ അടുത്ത് കർണാടകയിൽ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ ദുരനുഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യാപാരി അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മകനെയും വെട്ടിക്കൊന്നതിന് ശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അദ്ദേഹം പറഞ്ഞ കാരണമാണ്, അദ്ദേഹം ഒരു തുണിക്കച്ചവടക്കാരനാണ്. തൻ്റെ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വന്നിരുന്ന സ്ത്രീകളൊന്നും ഇപ്പോൾ വരുന്നില്ല. അവരൊക്കെ നഗരങ്ങളിലേക്ക് പോയി കൂടുതൽ വലിയ നഗരങ്ങളിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തൻ്റെ വ്യാപാരം കുറഞ്ഞു, ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല, കുറേ കടങ്ങളൊക്കെ ഉണ്ട്, ഇത് വലിയ പ്രയാസത്തിലാണ് കാര്യങ്ങളെന്ന് പറഞ്ഞ് ഭാര്യയും മകനെയും കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തു. സൗജന്യ യാത്രാ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ സ്ത്രീകളൊക്കെ നഗരങ്ങളിലേക്ക് പോകുന്നതെന്നും, കർണാടകയിലാണ് സംഭവം. അപ്പോൾ അവിടെ സൗജന്യ യാത്രാ പദ്ധതി ഉള്ളതുകൊണ്ട് സ്ത്രീകളൊക്കെ നഗരങ്ങളിലേക്ക് പോകാമെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. എന്തായാലും ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം അങ്ങനെ എഴുതിയതായിട്ടാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഒരു രക്തസാക്ഷി ആണ് അതിൻ്റെ. അപ്പോൾ ഇങ്ങനെ പലതരത്തിലാണ് കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പോൾ അമ്പിയുടെ ഒരു അഭിപ്രായത്തിൽ ഈ പദ്ധതിയെക്കുറിച്ച് പലതരത്തിലുള്ള ആഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. ഇത് KSRTC പോലുള്ള ഇപ്പോൾ തന്നെ ആകെ ബുദ്ധിമുട്ടിലായിരിക്കുന്ന ഒരു സംവിധാനത്തെ വീണ്ടും തകർക്കാൻ കാരണമാകും. ഒരു ഭാഗത്ത് അങ്ങനെ പറയുന്നു, മറുഭാഗത്ത് സ്ത്രീപക്ഷമായൊരു വീക്ഷണം പുലർത്തുന്ന ആളുകളുണ്ട്. നമ്മൾ ഇതിനൊരു മൊത്തത്തിൽ ഇതിനെ പരിശോധിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും KSRTCയിലെ ഈ വനിതാ സൗജന്യ യാത്രാ പദ്ധതി കേരളത്തെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്? തീർച്ചയായിട്ടും ഈ ഒരു പദ്ധതി സന്തോഷകരമാണ്, സ്വാഗതാർഹമാണ് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ പ്രത്യേകിച്ചിട്ടും. നമുക്കറിയാം, ഈ ഒരു ഇന്നത്തെ കാലത്ത് സ്ത്രീകളുടെ, ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് ദിവസേന ജോലിക്ക് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, ചെറിയ വരുമാനത്തിന് പണിക്ക് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന പൈസയൊക്കെ ബസ് ഫെയറായിട്ട് കൊടുക്കേണ്ടുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇപ്പോൾ സ്ത്രീകൾ മാത്രമല്ല, സ്ത്രീകൾ അതിന് പോലും ബസ് യാത്രയ്ക്ക് പോലും പുരുഷന്മാരെ ആശ്രയിച്ച് പൈസ വാങ്ങിയൊക്കെ പോകുന്ന സാഹചര്യമൊക്കെയാണ് കേരളത്തിലൊക്കെ, നാട്ടിൻപുറങ്ങളിലൊക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, സാധാരണ ബസ്സുകളിൽ ചെറിയ ദൂരത്തേക്ക് സൗജന്യ യാത്ര എന്നുള്ളത് തീർച്ചയായിട്ടും ഇവിടുത്തെ സ്ത്രീകളെ, തൊഴിലെടുക്കുന്ന സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് അത് വളരെ ഉപകാരം, അല്ലെ വളരെ ഗുണപ്രദമായിരിക്കും തന്നെയാണ് ഇതിനെ കാണുന്നത്. നമുക്കറിയാം, ഇപ്പോൾ തമിഴ്നാട്ടിൽ ഉള്ള ഒരു പദ്ധതി, തമിഴ്നാട്ടിൽ ഇതെങ്ങനെയാണ് നടന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു പഠനം, ആ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കേരളത്തിൽ ഈ ഒരു പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, 5 വർഷമായി പിന്നെ സ്റ്റാലിൻ അധികാരത്തിലേറിയ ഉടനെ 2021 അല്ലേ, അന്ന് നടപ്പാക്കിയതാണ്. അന്ന് അവിടെ നടപ്പാക്കി, ഈ ഒരു പദ്ധതി നടപ്പാക്കി. അപ്പോൾ ഈ പദ്ധതി നടപ്പാക്കിയതിൻ്റെ ഭാഗമായിട്ട് അവിടെ ധാരാളം സ്ത്രീകൾ, ചെറിയ തൊഴിലുകൾ ചെയ്യുന്നവർ ധാരാളമായിട്ട് കൂടുതൽ തൊഴിൽ മേഖലയിലേക്ക് വരികയും, പിന്നെ നഗരങ്ങളിലേക്കും ഒക്കെ 30 കിലോമീറ്റർ ആണ് അവരുടെ ഒരു സൗജന്യ യാത്രാ പരിധി ഉള്ളത്. ആ യാത്ര അവർ പിന്നെ വളരെ ഉപകാരപ്രദമായിട്ട് വിനിയോഗിക്കുകയും ധാരാളം ചെറിയ തൊഴിൽ സ്ഥലങ്ങളിലേക്ക് അവർ പോവുകയും, ഇപ്പം തുണിക്കടകളാണ്, തുണി കടകൾ, നെയ്ത്തുശാലകൾ, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലേക്കും ചെറിയ ചെറിയ കമ്പനികളിലേക്ക് അവർ തൊഴിലിന് പോവുകയും, അപ്പോൾ പൊതുവെ അവരുടെ വരുമാനം 800-ഓളം രൂപ, 800,000 ഇടയ്ക്കുള്ള രൂപ ഒരു മാസം അവർക്ക് പിന്നെ സൂക്ഷിക്കാൻ കഴിയുമെന്നുള്ളതാണ് പറയണത്. അവരുടെ ഒരു വരുമാനമായിട്ട് വരുന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ടും അവിടുത്തെ മൊത്തത്തിലുള്ള അവരുടെ ഒരു പർച്ചേസിങ് പവർ
കൂടി, അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അത് ഉപയോഗിക്കാൻ കഴിഞ്ഞു, കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള അപ്പൊ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായി എന്നുള്ളത് ആണ്. അത് ആ ഒരു കാഴ്ച അല്ലെങ്കിൽ ആ ഒരു കണ്ടെത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലും ആ ഒരു രീതിയിലുള്ള ഒരു പദ്ധതി നടപ്പാക്കാനുള്ള തീരുമാനം എടുക്കുന്നത്. ഇപ്പൊ കർണാടകയിലെ ഉള്ള ഒരു ദുരനുഭവം പറയണ്ടായി. പക്ഷെ ബാക്കി കാര്യങ്ങൾ ഇപ്പൊ നമുക്കറിയാം. ഈ ഒരു വിഷയത്തില് പിന്നെ ഡോക്ടർ ജയദേവിക സ്ത്രീപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്, അതുപോലെ അധ്യാപികയാണ്, ഗവേഷകയാണ്. അവരുടെ ഭാഗത്തു നിന്ന് ഈ ഒരു ഇതിനോടുള്ളൊരു പിന്നെ അഭിപ്രായം വന്നിട്ടുള്ളത്, അവരുടെ അഭിപ്രായം വളരെ പ്രധാനമാണ് ആയിട്ട് ഞാൻ കാണുന്നു. കാരണം മറ്റെല്ലാ പദ്ധതികളും സ്ത്രീകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞു തുടങ്ങുന്ന പദ്ധതികളൊക്കെ, ഇപ്പൊ കുടുംബശ്രീ ആണെങ്കിലും മറ്റ് ആ രീതിയിലുള്ള പദ്ധതികളൊക്കെ സ്ത്രീകളെ കുടുംബത്തിനകത്ത് നിർത്തുക, അല്ലെങ്കിൽ കുടുംബത്തിന്റെ കൂടെ ഗുണം, അങ്ങനെ ആ ഒരു രീതിയിൽ മാത്രമായിട്ടാണ്. പക്ഷെ ഇത് കുറച്ചുകൂടി വ്യത്യാസമായിട്ട് സ്ത്രീകളുടെ സഞ്ചാരശേഷി, അവരുടെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഒരു വിഷയം കൂടിയായിട്ട് അവരതിനെ കാണുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇത് ശരിക്കും അവർ വേറൊരു കാര്യം കൂടി പറയേണ്ടത്, ഇതൊക്കെ ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് സ്വാഭാവികമായിട്ടും വരുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തു നിന്നല്ല വന്നത്. മാത്രമല്ല ഇടതുപക്ഷത്തുള്ള പലരുടെയും ഭാഗത്തുനിന്ന് വലിയ വിമർശനം ഈ പദ്ധതിക്കെതിരെ ഉയർന്നു വരുന്നുണ്ട്, അതിനെ അവർ കളിയാക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അതുപോലെ നമുക്കറിയാം ജോസ് സെബാസ്റ്റ്യൻ സാർ അറിയപ്പെടുന്ന ഒരു സാമ്പത്തിക വിദഗ്ധനാണ്. ഈ ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ അതെങ്ങനെ KSRTCയെ ബാധിക്കും എന്നുള്ള രീതിയിൽ അദ്ദേഹം അതിനെ കാണുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇത് കോവിഡ് കാലത്തെ കിറ്റ് വിതരണം പോലെ ആവരുത് എന്നുള്ളത് ഒരു വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇപ്പോ നമുക്കറിയാം യാത്ര ചെയ്യാൻ ഇപ്പോൾ സർക്കാർ ജീവനക്കാർ, നല്ല സാലറി ഉള്ള സർക്കാർ ജീവനക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് ഈ ഒരു സൗജന്യം എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം, വളരെ സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ്. അതുപോലെ പിന്നെ അധിക വരുമാനമുള്ള അല്ലെങ്കിൽ വെൽ ടു ഡു ആയിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചോളം ഇതൊരു പ്രശ്നമല്ല, ഒരു യാത്ര പ്രശ്നം അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമല്ല. അവരെ സംബന്ധിച്ചോളം ഈ അധിക പൈസ കിട്ടുന്നത് കൊണ്ട് പ്രത്യേകിച്ചിട്ട്, അല്ലെങ്കിൽ ഇതൊരു ആനുകൂല്യം കിട്ടുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണമൊന്നുമില്ല. അവര് നേരെ മറിച്ച് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ തിരുവനന്തപുരം, കൊല്ലം ഭാഗങ്ങളിലൊക്കെ നമുക്കറിയാം മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകളൊക്കെ രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ അവർക്കൊക്കെ ഒരു സൗകര്യം, അവിടെയൊക്കെ കൂടുതലായിട്ട് ഓർഡിനറി KSRTC ബസ്സുകൾ ഉണ്ട്. തീർച്ചയായിട്ടും അതിന്റെ ഒരു ഗുണം അവിടുത്തെ പിന്നെ മത്സ്യമേഖലയാണ് കാര്യമായിട്ട് ശരിക്കും പറഞ്ഞാല്. അപ്പൊ സാധാരണ രീതിയിൽ അതുപോലെ വീട്ടുജോലിക്ക് പോകുന്ന സ്ത്രീകള്, അങ്ങനെയുള്ള ഏറ്റവും അടിത്തട്ടിലെ മനുഷ്യരെ സംബന്ധിച്ചോളം, സ്ത്രീകളെ സംബന്ധിച്ചോളം ഇത് വളരെ ഗുണകരമാണ്. അപ്പോൾ ജോസ് സെബാസ്റ്റ്യൻ സാർ പറയണത് എന്താ വെച്ചാൽ, ഇത് ആ ഒരു രീതിയിലേക്ക് അതിനെ മാറ്റി അത് ഉപകാരപ്രദമാവുകയും അതിന് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു പദ്ധതി ആയിരിക്കണം ആണ്. ഇപ്പോൾ അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ധാരാളം ആളുകൾ സ്വകാര്യ ഈ പ്രൈവറ്റ് മേഖലകളിലൊക്കെ, ഉദാഹരണത്തിന് ബസ്, അതുപോലെ ഓട്ടോറിക്ഷ തുടങ്ങിയ പല മേഖലകളിലാണ് ആളുകൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്, പല സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ സ്വകാര്യ ബസ്സുകളുടെ നീണ്ട ഒരു വലിയൊരു വ്യവസായമാണത്. ഈ വ്യവസായത്തിൽ ധാരാളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകളുടെ മൊബിലിറ്റി വർദ്ധിപ്പിക്കുന്ന സംവിധാനം തന്നെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇത്തരം മേഖലകളുടെ ഒരു പിന്നോട്ട് പോക്കിന് കാരണമാവുകയും അവിടെ നിന്ന് കൂടുതൽ തൊഴിലാളികൾ പുറത്താവുകയും അതുപോലെ ആ തൊഴിൽ മേഖല തന്നെ പ്രശ്നത്തിലാവുകയും, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ആ ഓട്ടോറിക്ഷ അത് ഓടിപ്പിക്കുന്ന ഡ്രൈവർമാർ മാത്രമല്ല, അതിൻ്റെ ചെറിയ മുതലാളി, ചില ഓട്ടോറിക്ഷകൾ ഓടിപ്പിക്കുന്നത് ഓട്ടോറിക്ഷയുടെ ആള് വേറെ ആയിരിക്കും, മുതലാളിമാരായിരിക്കും, ചിലപ്പോൾ ഓട്ടോറിക്ഷനെ ഓടിപ്പിക്കുന്ന ആളായിരിക്കും അതിൻ്റെ മുതലാളി, പലതരത്തിലാണ്. അപ്പോൾ ആ ഒരു മേഖല തന്നെ, വ്യവസായ മേഖല തന്നെ ഇല്ലാണ്ടാവും എന്ന് പറയുന്ന, ഒരു സർവീസ് മേഖല തന്നെ ഇല്ലാതാവും എന്ന് പറയുന്ന ഒരു നിരീക്ഷണം കൂടി അതിൻ്റെ ഒപ്പമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് നടപ്പിലാക്കുന്ന സമയത്ത് ഒരു തരംതിരിവ് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാ ആളുകൾക്കും നടപ്പിലാക്കുന്നതിന് പകരം അസംഘടിത മേഖലയിലെ തൊഴിലാളികളിലേക്ക് അത് ചുരുക്കുകയാണെങ്കിൽ അവർക്കത് ഉപകാരപ്പെടുകയും അതോടൊപ്പം തന്നെ മറ്റു തൊഴിൽ മേഖലയെ ബാധിക്കാത്ത തരത്തിൽ. തീർച്ചയായിട്ടും ഇപ്പൊ ഓട്ടോറിക്ഷ, അതുപോലെ സ്വകാര്യ ബസ്സുകൾ കുറച്ച് ആൾക്കാർക്കല്ലേ ഈ പിന്നെ ഇത് വരുള്ളൂ. അപ്പൊ ബാക്കിയുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ടും ബസ്സിനെയും ഓട്ടോറിക്ഷയും ആശ്രയിക്കും എന്നുള്ളത് കൊണ്ട് ആ മേഖലയിൽ തകർച്ച സംഭവിക്കില്ല. ഈ തമിഴ്നാട്ടിൽ തന്നെ നേരത്തെ അമ്പി പറഞ്ഞ പോലെ ഏകദേശം 800 രൂപ വെച്ചിട്ട് അവർക്ക് മാസത്തിൽ 800 മുതൽ 1500 വരെ ലാഭമാണെന്നാണ് പറയുന്നത് തമിഴ്നാട്ടിൽ. വേറൊരു കാര്യം കൂടി ഉണ്ട്. നമുക്കറിയാം മുമ്പ് പിന്നെ ADMK സർക്കാർ സ്ത്രീകളുടെ യാത്ര പിന്നെ എളുപ്പാക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് 2 വീലറുകൾ പ്രദാനം ചെയ്യണ്ടായി. അപ്പോൾ ഈ 2 വീലർ കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും 2 വീലർ വാങ്ങുകയും യാത്ര കൂടി, മൊബിലിറ്റി കൂടി സ്ത്രീകളുടെ എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഇപ്പോൾ നിരത്തുകൾ കൂടുതൽ തിരക്ക് വന്നു, ബ്ലോക്ക് വന്നു, പൊതുയാത്രാ സംവിധാനത്തിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കി. മാത്രമല്ല ഇതിന്നൊക്കെ വരുന്ന പിന്നെ മാലിന്യങ്ങൾ, പുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അത് സാമൂഹ്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ അത് ഗുണത്തെക്കാളേറെ ഉപദ്രവമായി എന്നുള്ളതാണ്. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലാണ് അല്ലെങ്കിൽ പൊതുയാത്രാ സംവിധാനത്തിലാണ് നിലനിർത്തണം. അതോടെ തന്നെ അത് വളരെ
വളരെ ജുഡീഷ്യസ് ആയിട്ട് positive ആണ്. ഉപയോഗിക്കുകയും വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പൊതുവെ അംബിയ പറഞ്ഞതിൽ നിന്നും മറ്റാളുകൾ ജോസ് സെബാസ്റ്റ്യൻ സാറിനെ പോലെയുള്ള ജയദേവിയെ പോലെയുള്ള ഗവേഷകരൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നത് ഇത് ഒരു പദ്ധതി എന്ന രീതിയിൽ വളരെ ഗുണപ്രദമായ പദ്ധതിയാണ്. അതോടൊപ്പം തന്നെ അത് ഒരു കുറേ കൂടി നിലനിർത്തി കൊണ്ടുപോകണം. പക്ഷേ അത് ബുദ്ധിപരമായിരിക്കണം അതിന്റെ നീക്കം. അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ കിറ്റ് കൊടുക്കുന്ന പോലെ ആവരുത്. ആ കാര്യത്തിൽ സർക്കാരും അതുപോലെ ഇത്തരം മേഖലയിലെ വിദഗ്ധരും ഇടപെടണം. അതുപോലെ തന്നെ ഇത് KSRTCക്ക് ഒരു മരണമണി ആവാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്യേണ്ടതും ഈ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ എങ്കിലും നമുക്കിതിനെ സ്വാഗതം ചെയ്യാവുന്നതാണ്. പക്ഷെ അതോടൊപ്പം ഇതൊരു ഒരു ഭാഗമാണ്. മറുഭാഗത്ത് KSRTC ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ഈ സൗജന്യ യാത്ര വേറെ ചില യാഥാർത്ഥ്യങ്ങളെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് കേരളത്തിലെ അസമമായ വികസനത്തിന്റെ ഒരു 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 മാതൃക കൂടി ഇത് പുറത്തു കൊണ്ടുവന്നു. കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ 43.87% ആളുകൾ മലബാറിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇത്രയും ആളുകൾ അപ്പോൾ ഏകദേശം പകുതിയുടെ തൊട്ട് താഴെ മലബാറിൽ ജീവിക്കുന്ന ആളുകളാണ്. ഏകദേശം 6 ജില്ലകൾ മലബാറിന്റെ പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ ഈ പ്രദേശത്ത് ജീവിക്കുന്നവരാണ്. എന്നാൽ ഈ KSRTCയിൽ ഈ സൗജന്യം കൊടുക്കുമ്പോൾ KSRTCയിലെ എല്ലായിടത്തും സൗജന്യം ഓർഡിനറിയാണ്. അപ്പോൾ KSRTCയിലെ മൊത്തത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ മലബാർ മേഖലയിൽ വളരെ കുറവ് KSRTC ബസ്സുകളാണ്, ഷെഡ്യൂളുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ ഓർഡിനറി ബസ്സിനാണ് നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു കണക്ക് നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്, പല ഇതിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ KSRTC മലബാറിൽ ഏകദേശം 28% ബസ്സാണ് ഓടിക്കുന്നത്. ബാക്കി തിരുകൊച്ചി, പഴയ തിരുകൊച്ചി ആ പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ ആ ജില്ലകളിൽ 72%, KSRTC ഓടിക്കുന്നതിന് 72% ഈ പറയുന്ന മേഖലകളിലാണ് ഉള്ളത്. ഇനി വേറൊരു തമാശയിൽ എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരം, കൊല്ലം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ബാക്കി 6 ജില്ലകൾ, അതായത് മലബാറിൽ ഉൾപ്പെടുന്ന 6 ജില്ലകളെ കൂട്ടി വെച്ച് കഴിഞ്ഞാലും തിരുവനന്തപുരം, കൊല്ലം കൂടി കൂട്ടി അത്രയ്ക്കും വരുന്നില്ല. എന്ന് പറഞ്ഞാൽ മലബാർ ജില്ലയിൽ ഈ പറയുന്ന ഒരു സൗജന്യവും മലബാറിലെ ഒരു പ്രദേശങ്ങളിൽ ഉപകാരപ്പെടില്ല. ഇത് മൊത്തം KSRTCയുടെ കണക്കാണ്. എന്നാൽ മൊത്തം മാറ്റിയിട്ട് ഓർഡിനറി ബസ്സുകളുടെ കണക്കെടുത്താലോ ഓർഡിനറി ഇല്ലെന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പദ്ധതിയുടെ ഗുണം എന്ന് പറയുന്നത് മലബാറിലെ ഒരു സ്ത്രീക്കും കിട്ടാൻ പോകുന്നില്ല. ഇവിടെ ഓർഡിനറി ബസ് എന്നുള്ളത് എന്താ പറയാ, വെറും സങ്കല്പം മാത്രമാണ്. കേരളത്തിലെ ഈ സൗജന്യ യാത്ര പ്രഖ്യാപനം കേരളത്തിലെ ഒരു വിഭാഗത്തിന് മാത്രമാണ് ഉപകാരപ്രദമാകുന്നത്. മലബാറിലെ സ്ത്രീകളോടുള്ള മലബാറിനോടുള്ള അവഗണനയാണ്. പക്ഷെ ഈ സൗജന്യം എന്ന് പറയുന്നത് മലബാറിലെ സ്ത്രീകൾക്ക് ഈ സൗജന്യം ഒരിക്കലും ലഭ്യമാകാൻ പോകുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മൾ 2 കാര്യങ്ങളിൽ ഈ പദ്ധതി പരിഗണിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ഈ മലബാറിലേക്ക് കൂടുതൽ ബസ് ഷെഡ്യൂളുകളും അതുപോലെ തന്നെ കൂടുതൽ ബസ്സുകളും ഇട്ടുകൊണ്ട് ഈ മേഖലയിലേക്ക് കൂടി ഈ സൗജന്യത്തിന്റെ ഉപകാരം ഉണ്ടാവണം. മറ്റൊന്ന്, എല്ലാ സ്ത്രീകൾക്കും ഇത് കൊടുക്കുന്നത് ചിലപ്പോൾ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. മറിച്ച് അസംഘടിത മേഖലയെ തെരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് സൗജന്യം കൊടുക്കാനുള്ള ഒരു സംവിധാനമാക്കി ഇതിനെ മാറ്റുകയും അതിനനുസരിച്ച് ഷെഡ്യൂളുകൾ തീരുമാനിക്കാനും. ചിലപ്പോൾ നമുക്കറിയാം വനിതകളൊക്കെ ഇപ്പോൾ മത്സ്യത്തൊഴിലാളി മേഖലയിലൊക്കെ വനിതകളൊക്കെ ജോലിക്ക് പോകുന്ന പ്രത്യേക സമയമൊക്കെ ഉണ്ട്. ആ സമയത്ത് കൂടുതൽ ബസ് ഇട്ടുകൊണ്ട് അവർക്ക് കൂടുതൽ ഉപകാരപ്രദം ആ രീതിയിലേക്ക് ഇത് മാറ്റുകയാണെങ്കിൽ ഗുണകരമാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ മലബാറിൽ നമുക്ക് ആവശ്യപ്പെടാനുള്ളത് മലബാറിലെ ഗ്രാമീണ മേഖലയിലേക്ക് കൂടുതൽ ഓർഡിനറി ബസ്സുകൾ, പിന്നെ കൂടുതൽ KSRTC ബസ്സുകൾ അനുവദിച്ചുകൊണ്ട് ഈ ഒരു സംവിധാനത്തിന്റെ ഗുണം മലബാറിലെ സ്ത്രീകൾക്കും കൂടി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൈക്കൊള്ളണം എന്നുള്ള ഒരു ആവശ്യം കൂടി ഈ സമയത്ത് നമ്മൾ ഉന്നയിക്കാം.